നമസ്കാരം. ഇറാഖിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിച്ചിരിക്കുന്നു ഇറാൻ എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2 US സൈനിക താവളങ്ങളിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു. 12 ബാലിസ്റ്റിക് മിസൈലുകളാണ് സൈനിക താവളത്തിനെ ലക്ഷ്യമാക്കി ഇറാൻ വിക്ഷേപിച്ചതെന്ന് ആഗോള മാധ്യമങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്തു. ഇറാഖിലുള്ള അൽ അസാദ്, ഇർബിൽ എന്ന സൈനിക താവളങ്ങൾക്ക് നേരെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. എത്രത്തോളം നാശനഷ്ടങ്ങൾ ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇപ്പോൾ വ്യക്തമായി നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നില്ല. മാത്രമല്ല, ഇന്ത്യൻ സമയം പുലർച്ചെ 5 മണിയോട് കൂടിയാണ് ഇറാഖിലെ ഇർബിലിലെയും അൽ അസദിലെയും 2 US സൈനിക താവളങ്ങൾക്ക് നേരെ ഇത്തരത്തിലൊരു വ്യോമാക്രമണം നടത്തിയത്. ഏതാണ്ട് 12ഓളം മിസൈലുകളാണ് സൈനിക താവളത്തിനെ ലക്ഷ്യമാക്കി ഇറാൻ വിക്ഷേപിച്ചതെന്ന് ആഗോള മാധ്യമങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിൽ ആളപായം ഉണ്ടോ ഇല്ലയോ എന്ന കാര്യം ഇതുവരെ വ്യക്തമല്ലാത്തതും ലോക ജനതയുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ്. അമേരിക്കൻ സമയം ചൊവ്വാഴ്ച വൈകിട്ട് പെന്റഗൺ വക്താവ് ജോനാഥൻ ഹോഫാനാണ് ഇറാഖിൽ അമേരിക്ക സൈനികരെ ലക്ഷ്യമാക്കി ഇറാൻ ആക്രമണം നടത്തിയ വിവരം ആദ്യമായി പുറത്തുവിട്ടത്. അൽ അസദിൽ അമേരിക്കൻ സൈന്യം തങ്ങുന്ന അൽ അസദ് എയർബേസും അമേരിക്കൻ സൈനികരും സഖ്യരാജ്യങ്ങളും സൈനികരും തങ്ങുന്ന ഇർബിലിലെ സൈനിക താവളവും ലക്ഷ്യമിട്ട് 1 ഡസനോളം മിസൈലുകൾ വർഷിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ആക്രമണത്തിൽ എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന കാര്യം ഇതുവരെ പരിശോധിച്ചു വരികയാണെന്നും ഹോക്മാൻ അറിയിച്ചു കഴിഞ്ഞു. ഇറാന്റെ ഉന്നത സൈനിക കമാൻഡർ ഖാസിം സുലൈമാനിയെ കൊലപ്പെടുത്തിയതിന് മറുപടിയായാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയെന്നാണ് ദേശീയ ചാനലിലൂടെ ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അക്രമത്തിന് പിന്നാലെ ആഗോള വിപണിയിലെ ക്രൂഡ് ഓയിലിന്റെ വില വലിയ രീതിയിൽ വർദ്ധിച്ചതും ഏറെ ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. 3.5% ഇത്തരത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിച്ചിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ആക്രമണത്തിന് പിന്നാലെ US സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോയും US പ്രതിരോധ സെക്രട്ടറി മാർക്ക് എക്സ്പെറും വൈറ്റ് ഹൗസിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇതിനിടെ US-നെതിരെ പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. US സൈന്യത്തെ കഴിഞ്ഞ ദിവസം ഇറാൻ ഭീകരവാദികളായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതേസമയം തങ്ങൾക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായാൽ ഇറാനെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്ന ഒരു സാഹചര്യം മുമ്പ് നിലനിന്നിരുന്നു. എന്നാൽ ഉടൻ തന്നെ ട്രംപ് മാധ്യമങ്ങളെ കാണാനുള്ള സാഹചര്യങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ സ്ഥിതിഗതികൾ കൃത്യമായി അറിയാനാകാത്തത് കൊണ്ടാണ് ട്രംപ് വൈകുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.